ഹലോ ഗൈസ്, ലവ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടിയിൽ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചതിന് ശേഷം ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പലാവില എന്നീ ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി, അത് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് അടുത്തതായി ഇടുന്നത്. തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് മസാലയെല്ലാം പച്ചമണം മാറിയതിന് ശേഷം അതിനൊരു സൈഡിലേക്കാക്കി അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് അല്പം കുരുമുളക് പൊടി തൂകിയതിന് ശേഷം അല്പം ഉപ്പും തൂകിയെടുക്കാം. ഉപ്പും തൂവിയതിന് ശേഷം അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളകും ഉപ്പും നന്നായി മിക്സ് ആകുന്നത് വരെ നമുക്കതിന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മസാല കൂട്ടും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഈ മസാലേനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. റൈസ് ഇട്ട് കൊടുത്ത് നന്നായി ഈ റൈസിനെ മസാലേനെയും തമ്മിൽ ഇളക്കി യോജിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചൂട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.